അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് പോകുന്നത് വാൾപ്പാറയിലോട്ടാണ്. ഞാൻ ഓൾറെഡി വാൾപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ദേ ഇവിടെ നിന്ന് ഒരു 50 രൂപയ്ക്ക് താഴെ എന്തോ ഉള്ളൂ ടിക്കറ്റ്. അപ്പോൾ 4 മണി വരെ എന്തോ ഉള്ളൂ എൻട്രി ടൈം. അത് കഴിഞ്ഞാൽ അവർ കടത്തി വിടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ലെഫ്റ്റിൽ ആളിയാർ ഡാം കാണാം. ഇവിടെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ആളിയാർ ഡാമിൻ്റെ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. ഞാൻ നിർത്തുന്നില്ല, എപ്പോഴും ഇവിടെ വന്ന് നിർത്താറുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് നിർത്തിയില്ല. അപ്പം നമുക്ക് ഇന്ന് പോവാം. അത്യാവശ്യം നല്ല സണ്ണി ഡേ ആണ്, പക്ഷെ അവിടെ പോയാൽ മഴയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ആസ് യൂഷ്വൽ. ഇവിടെ ഒരു പാലവും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ഇങ്ങനെ പോവാം. വാൾപ്പാറ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാണ്. ഇവിടെ മങ്കി ഫോൾസ് ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നിർത്തി അവിടെ വെള്ളച്ചാട്ടം പോലെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അവിടെ പോയി കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും അവിടെ പോകുന്നതുകൊണ്ട് ഇന്ന് അവിടെയും ഇറങ്ങിയില്ല. ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ആദ്യത്തെ ഹെയർ പിന്ന്. ഇവിടെ മൊത്തം 40ഓളം ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 40 ഹെയർ പിൻ എന്ന് പറയുമ്പോൾ പാലക്കാട് നിന്ന് വരുമ്പോൾ ഏറ്റവും അടുത്ത് ഉള്ള ഹെയർ പിൻ സ്ഥലം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇവിടെ വരാൻ ഒരു പെട്ടെന്ന് എത്തുകയും ചെയ്യുന്നുള്ളതുകൊണ്ട് എപ്പോഴും ഇവിടെ വരാനൊരു ഇഷ്ടമാണ്. പിന്നെ ഹെയർ പിൻ റോഡ് പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ ഫുൾ എൻജോയ് ചെയ്ത് ഓടിക്കുകയും ചെയ്യാം. ഇങ്ങനെ പോവാം. നമുക്കിങ്ങനെ ത്രോട്ടിലൊക്കെ കൊടുത്ത് സൂക്ഷിച്ച് പോവാം. ഓവർ സ്പീഡിലൊന്നും പോവില്ല, ഡേഞ്ചറസ് ആയിട്ടൊന്നും ഡ്രൈവ് ചെയ്യില്ല, സൂക്ഷിച്ച് തന്നെ പോവുള്ളൂ. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ കൈയൊക്കെ കൊടുത്ത് പോവാം ഓപ്പൺ റോഡ് കിട്ടുകയാണെങ്കിൽ. ഞായറാഴ്ചയൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ടാവും, പക്ഷെ ഒരു വർക്കിംഗ് ഡേയിൽ വരുന്നതായിരിക്കും നല്ലത്, വീക്ക് ഡേയ്സിൽ. അപ്പോൾ തിരക്ക് കുറവായിരിക്കും. എന്നാലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഈ 40 ഹെയർ പിന്നും എൻജോയ് ചെയ്ത് ഇങ്ങനെ ഓടിക്കാനൊക്കെ നല്ല രസമാണ്. എത്ര വന്നാലും മടുക്കാത്ത ടൈപ്പ് ഒരു സ്ഥലമാണ്. പിന്നെ വെതറും അടിപൊളിയാണ്. മഴ ഉണ്ടെങ്കിൽ വ്യൂവും കാര്യങ്ങളൊക്കെ കുറയും. ചില സമയത്ത് ഇവിടെ കോടയൊക്കെ കാണാം. അതുപോലെ ഇന്നിപ്പോൾ കോടയൊന്നും കാണാനില്ല. അതുപോലെ ചിലപ്പോൾ സൈഡിൽ മാൻകുട്ടികളും മാനും അതുപോലെ പോത്തൊക്കെ കാണാറുണ്ട്. ഇന്നും പോത്തും മാനും ഒന്നും കണ്ടില്ല. ചിലപ്പോൾ കാണുമായിരിക്കും, കാണാൻ നോക്കാം. 5ാമത്തെ ഹെയർ പിൻ എത്തിയിട്ടേ ഉള്ളൂ. ഇനിയും 35 ഹെയർ പിൻ പോവാനുണ്ട്. അപ്പം ഇനി നമുക്ക് ഏറ്റവും ടോപ്പിൽ പോയി ഒരു നൂഡിൽസ് ഒക്കെ കഴിച്ച് തിരിച്ചു പോകാനാണ് പ്ലാൻ. അവിടെ ഇന്ന് സ്റ്റേയും കാര്യങ്ങളൊന്നും ഇല്ല. മിക്കവാറും ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ വെതർ നോക്കിയപ്പോൾ ഏറ്റവും ടോപ്പിൽ റെയിനാണ് കണ്ടത്. അപ്പോൾ 7ാമത്തെ ഹെയർ പിൻ എത്തിയിട്ടുള്ളൂ. അപ്പം ഇവിടെ കുറച്ച് തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം തണലും വെയിലും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഫുൾ വെയിലൊന്നുമില്ല, അധികം ചൂടൊന്നുമില്ല വെയിലുണ്ടെങ്കിലും. അപ്പോൾ 8ാമത്തെ ഹെയർ പിൻ എത്തി. അപ്പം നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നമ്മൾ ബൈക്കിലാണ് വന്നതുകൊണ്ട് ബൈക്ക് ഓടിച്ച് എൻജോയ് ചെയ്ത് പോവാം. നല്ല സുഖമാണ്, നല്ല രസമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ ആളിയാർ ഡാമിൻ്റെ വ്യൂ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഒന്ന് നിർത്തി ആ ഡാമൊക്കെ ഒന്ന് കണ്ടു പോണതായിരിക്കും നല്ലത്. ഞാൻ നിർത്തണമൊന്നുമില്ല, എപ്പോഴും നിർത്തി കണ്ട് ശീലമുള്ളതുകൊണ്ട്. ഇതേ ഫ്രണ്ടിലൊരു പിക്കപ്പ് വാൻ പോലത്തെ ഒരു വണ്ടിയൊക്കെ കാണാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ഒരു ലൈക്കൊക്കെ തന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ ഇതിപ്പോൾ 11ാമത്തെ ഹെയർ പിന്നാണ്. വലിയ ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമായി എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നുണ്ട്. വേറെ ഇപ്പോൾ ഊട്ടിയാണെങ്കിലും വേറെ സ്ഥലങ്ങളിലാണെങ്കിലും ഹെയർ പിന്നൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഓടിക്കുമ്പോൾ അത്ര എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ ട്രാഫിക് ഒന്നും ഇല്ല, വെതറും കൊള്ളാം, റോഡും നല്ലതാണ്. പാലക്കാട് നിന്ന് അടുത്തുമാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ ബോർഡറിൽ പാലക്കാട്, കോയമ്പത്തൂർ അങ്ങനെയുള്ള കേരള ബോർഡറിലുള്ളവർക്കൊക്കെ തമിഴ്നാട് ബോർഡറിൽ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു സ്ഥലം അടുത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിപ്പെടാനൊക്കെ ഈസിയാണ്. ഇതേ ഇവിടെ കുറെ പന്നിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാട്ടുപന്നിയാണ് തോന്നുന്നു. പന്നികള് നമ്മളവിടെയും കാണാറുണ്ട്, ഇവിടെയും കാണുന്നുണ്ട്. മാനൊന്നും കണ്ടില്ല. സാധാരണ മാനൊക്കെ ഉണ്ടാവാറുണ്ട്. നോക്കാം നമുക്ക് മാൻകുട്ടികളൊക്കെ കാണുമെന്ന്.
ഒരു പഴയ കോളീസ് ഒക്കെ പോകുന്നുണ്ട് ഫ്രണ്ടില്. പണ്ട് കോളീസ് എന്നൊക്കെ പറഞ്ഞാല് ഇപ്പോഴത്തെ ഇന്നോവ വരുന്നതിന് മുമ്പ് കോളീസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇന്നോവ വരുന്നതിന് മുമ്പ് ഒരു വികാരം തന്നെ ആയിരുന്നു. ഒരു അടിപൊളി വണ്ടിയാണ്. ഇപ്പോഴും അത് ഓടുന്നുണ്ട് എന്നുള്ളതാണ് രസം. ടൊയോട്ട റിലയബിലിറ്റി ഉള്ളതുകൊണ്ട് സുഖമായി ഓടുകയാണ്. അത് ഇനിയും ഓടും കുറേ കാലം. ചില വണ്ടികളൊക്കെ 10 ലക്ഷമൊക്കെ ക്രോസ് ചെയ്ത വണ്ടികളുണ്ട്. അപ്പം ഇനി ഇങ്ങനെ പോവാം, എയർ പിന്നുകളൊക്കെ താണ്ടി ഇങ്ങനെ പോവാം. ആ ബൈക്കിലൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു മുഖത്ത് ആ ഒരു വിൻഡ് അടിക്കുന്നതിൻ്റെ ആ ഒരു ഫീലും ആ ഒരു ക്ലൈമറ്റ് ആ ഒരു വെതറും ഫുള്ള് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതും കൊണ്ട് നമുക്ക് നല്ല രസമാണ്. കാറിൽ ഇനിയിപ്പോൾ എത്ര ഗ്ലാസ് ഒക്കെ തുറന്ന് വന്നാലും ആ ബൈക്കിൽ വരുന്ന ഫീലൊന്നും കിട്ടില്ല. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. ഇവിടെ കുറേ ട്രയംഫിൽ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്. ആ കഴിഞ്ഞ വ്യൂ പോയിന്റിൽ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു സൂസൈഡ് പോയിന്റ് പോലത്തെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് കാണും, ഫുൾ മലയൊക്കെ ഉള്ളത്. ഞാനിന്നിപ്പോൾ എന്തായാലും ഇറങ്ങാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഫുൾ വണ്ടിയിൽ ഓടിച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആ വ്യൂ പോയിന്റ് ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ പോയി ഹെയർ പിൻ നമ്പർ എത്രാമത്തെയാണ് നോക്കിയില്ല. അപ്പോൾ ഇനി നേരെ പോവാം. അടുത്ത ഹെയർ പിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ പോവാം. മഴ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നണു. ഒരു ഇസൂസിൻ്റെ ട്രക്കൊക്കെ പോകുന്നുണ്ട്, പിക്കപ്പ് ട്രക്ക്. ഈ പിക്കപ്പ് ട്രക്കൊക്കെ എടുത്ത് ഇതിൻ്റെ പിക്കപ്പ് ട്രക്കിലൊരു ബൈക്കൊക്കെ കയറ്റി വന്ന് 2-3 പേരുമായി വന്ന് ഇവിടെ എത്തി ആ ബൈക്കിൽ ഒരാളെ ബാക്കി 2 പേര് വാനിലൊക്കെ വരാനാണെങ്കിലും രസമാണ്. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ നല്ല രസമുള്ള ലൈഫ് സ്റ്റൈലാണ്. ഒരു കാലത്ത് വരാൻ പറ്റുമെന്ന് തോന്നണം. എന്തായാലും നമുക്ക് പോവാം. അടുത്ത ഹെയർ പിൻ എത്തിയിട്ടുണ്ട്. 22ാമത്തെ ആണോ തോന്നണോ. ഞാൻ ഈ ഫോണൊക്കെ വെച്ച് മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. മാപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, വന്ന് ശീലമായി. 24ാമത്തെ ഹെയർ പിൻ എത്തി. ഈ ഫോൺ ഈ ഹാൻഡിൽ ബാറിൽ വെച്ച് ഈ വൈബ്രേഷൻ കാരണം ആ ക്യാമറ മൊഡ്യൂളൊക്കെ കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫോണ് ഹാൻഡിൽ ബാറിൽ വെക്കുന്നവർ അങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിക്കണം. OS ഉള്ള ഫോണാണെങ്കിൽ ചിലപ്പോൾ ആ ക്യാമറ ഒക്കെ കേടാവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ പഴയ ഫോൺ വെച്ചിട്ടുണ്ട്. 26ാമത്തെ ഹെയർ പിൻ എത്തി. വാൾപ്പാറ 24 കിലോമീറ്റർ ഉണ്ടെന്നുള്ള ബോർഡൊക്കെ കാണാം. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ പോവാം. അപ്പം മേലോട്ട് പോകുമ്പോൾ വണ്ടി കുറച്ച് പവർ കുറഞ്ഞ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് കയറ്റമായതുകൊണ്ട് കുറച്ച് പവർ കുറവൊക്കെ തോന്നും. പക്ഷെ മര്യാദയ്ക്ക് പ്രോപ്പർ ഗിയറിലൊക്കെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇനി നമ്മൾ പോയി ഏകദേശം ഇവിടെ ഒരു മങ്കി ഫോൾ അല്ല വാട്ടർഫോൾ എന്ന് പറയുന്ന സ്ഥലം എത്തും. ഈ കാണുന്ന ജംഗ്ഷൻ വാട്ടർഫോൾ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ കുറേ ചായത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ പേര് നിർത്തി ചായ കുടിക്കുകയാണ് തോന്നുന്നത്. അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ഇവിടെ ലെഫ്റ്റിൽ കാറ് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഈ സ്ഥലമാണ് വാട്ടർഫോൾസ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഫുൾ ചായത്തോട്ടങ്ങളൊക്കെയാണ്. ഇവിടെ കുറേ നല്ല അടിപൊളി സൈഡിൽ നല്ല മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് ഒരു ടൗൺ ഉള്ളത്. മഴയത്തൊക്കെ വരികയാണെങ്കിൽ റെയിൻകോട്ട് എടുക്കാതെ വരുന്നവർക്ക് ഇവിടെ നിന്ന് റെയിൻകോട്ടൊക്കെ വാങ്ങാൻ പറ്റും. ഇവിടെ ഫുൾ ചായത്തോട്ടങ്ങളാണ്. ഇത് എത്രാമത്തെ ഹെയർ പിന്നാണ്? 27ാമത്തെ എന്തോ ആണ്. 28ാമത്തെ ഹെയർ പിൻ എന്തോ ആണ്. അപ്പൊ ഇവിടെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ വ്യൂ ആയി ഗൈസ്. ഇവിടെ 2 സൈഡും ചായത്തോട്ടമാണ് തോന്നുന്നു. കാപ്പിത്തോട്ടം ആയിരിക്കില്ല, ചായത്തോട്ടമായിരിക്കും. എന്തോ ഒരു തോട്ടം. കാപ്പിത്തോട്ടമാണോ ചായത്തോട്ടമാണോ എന്നറിയില്ല. ഇവിടെ ഒരു വളവൊക്കെ ഉണ്ട്. ഇവിടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്, ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. വാട്ടർഫോൾ ഹോസ്പിറ്റലാണ്. ഇവിടെ അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ല. ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും അടിപൊളി വ്യൂ.
ഇവിടെ മഴ പെയ്തു പോയതാണ്, റോഡൊക്കെ വെറ്റാണ്. ഇവിടെ കുറച്ച് പേര് നിർത്തിയിട്ടിരിക്കണതൊക്കെ കാണാം. ഇവിടെ റെസ്റ്റ് എടുക്കാനൊക്കെ സ്ഥലമുണ്ട്. ഇവിടെ കുറേ പേര് നിർത്തി ചായത്തോട്ടത്തിനകത്തൊക്കെ കയറി ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ ഫുൾ ക്ലൗഡി വെതറായി, സണ്ണ് ഫുള്ള് പോയി. ഒരു കർവുണ്ട്. ഇതൊരു മെയിൻ സ്പോട്ടാണ്. ഇവിടെ ഒരുപാട് പേര് നിർത്തി ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടാണ്. രണ്ട് സൈഡും ചായത്തോട്ടവും ഒരു അടിപൊളി വ്യൂ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും നിർത്തും. ഞാനും ഒന്ന് നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഒന്ന് നിർത്തി ഒന്ന് രണ്ട് വണ്ടിയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാ എന്തായാലും വരുന്നതല്ലേ, കണ്ടപ്പോൾ നല്ല സ്പോട്ട് തോന്നിയപ്പോൾ വണ്ടി നിർത്തി രണ്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോവാണ്. ടോപ്പിൽ പോയിട്ട് ആ നൂഡിൽസ് കഴിക്കാനുള്ള ഒരു മൂഡിലാണിപ്പോൾ. ടോപ്പിൽ നൂഡിൽസും അതുപോലെ സ്വീറ്റ് കോണും കാര്യങ്ങളൊക്കെ കിട്ടും. ആ ഒരു തണുപ്പത്ത് ആ ഒരു ചൂടുള്ള സ്വീറ്റ് കോൺ മുളകൊക്കെ തേച്ച് കഴിക്കാനൊരു രസമൊക്കെ തന്നെയാണ്. അപ്പം അത് കഴിക്കാനുള്ള പ്ലാനിലാണ്. ഓൾറെഡി നന്നായി വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. വേറെ ഫുഡൊന്നും കഴിക്കണില്ല എന്തായാലും. അപ്പോൾ സ്വീറ്റ് കോൺ തന്നെയാണ് ഇന്നത്തെ ഫുഡ് മെയിൻ. മഴ വന്ന് തുടങ്ങി. ഇവിടെയൊക്കെ ഫുൾ മഴയാണ് ഗൈസ്. ഇവിടെ കാടായി ഫുള്ള്. ഇവിടെ എവിടെയോ ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡ്. ഇവിടെ കുറേ പേര് നിർത്തിയിട്ടിരിക്കണത് കാണാം. അപ്പം ഞാനിവിടെ നിർത്തി. റെയിൻകോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടു. വീണ്ടും പോവാണ്. ഫോൺ മാറ്റി വെച്ചു. മഴയത്ത് ഫോൺ നനഞ്ഞാൽ ഫോണിൻ്റെ ഡിസ്പ്ലേ പോവും. ഓൾറെഡി ഡിസ്പ്ലേ ഒന്നും നേരെ വർക്കാവണില്ല. വീണ്ടും പോയി. ഇവിടെ 30ാമത്തെ ഹെയർ പിൻ എത്തി. ഇനി ഒരു 10 ഹെയർ പിന്നും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം വന്നാൽ തന്നെ നല്ല വ്യൂ ആയി. ഇനി ഇത് കഴിയുമ്പോൾ വലിയ വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെയൊക്കെ നോർമൽ ഒരു സൈഡ് ഫുൾ കാട് പിടിച്ച സ്ഥലം പോലെയാണ്. അത്ര വ്യൂ ഒന്നുമില്ല. അപ്പോൾ 30 ഹെയർ പിൻ എത്തുമ്പോഴേക്കും തന്നെ ആ ഒരു വാൾപ്പാറ ബ്യൂട്ടിഫുള്ള് നമ്മൾ കാണാൻ പറ്റും. പിന്നെ അതിന് ശേഷം കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ഒരു 10 ഹെയർ പിൻ അത്ര വലിയ വ്യൂ ഒന്നുമില്ല. ഈ കാണുന്ന പോലെ രണ്ട് സൈഡും കുറേ കാടും കാര്യങ്ങളൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടാവും. ഇവിടെ നല്ല മഴയായി. ഈ സമയത്ത് വ്യൂ ഒക്കെ കുറഞ്ഞു. എനിക്കൊന്നും നേരെ കാണാനൊന്നും പറ്റണില്ല. ഇപ്പം 32ാമത്തെ ഹെയർ പിൻ ആയിട്ടേ ഉള്ളൂ. 8 ഹെയർ പിൻ കൂടെ ഉണ്ട്. ഞാനിവിടെ നിർത്തി ഒരു ചോളമൊക്കെ കഴിച്ചിട്ട് പോവാ വിചാരിച്ചാണ്. ഈ മഴയത്ത് നിർത്താനൊന്നും വഴിയില്ല. അപ്പം നേരെ പോയി ഏറ്റവും ടോപ്പെത്തി. ആ 40ാമത്തെ ഹെയർ പിന്നിൻ്റെ അവിടെ നിന്ന് ഒരു സ്വീറ്റ് കോൺ കഴിക്കാനുള്ള പ്ലാനാണ്. കുറേ പേര് മഴയൊക്കെ നനഞ്ഞ് പോകുന്നുണ്ട് കോട്ടൊന്നും ഇല്ലാതെ. ഞാൻ കോട്ടൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വലിയ മഴയൊന്നും കൊള്ളണില്ല. വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു. റോഡിലെ ഗ്രിപ്പും നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കർവൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ നല്ല ടയർ അല്ലെങ്കിൽ വഴിക്ക് വീഴാൻ നല്ല ചാൻസാണ്. സൂക്ഷിച്ചൊക്കെ ഓടിച്ചാൽ നല്ലത്. അവൻ കൈയൊക്കെ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. മഞ്ഞ ഹെൽമെറ്റൊക്കെ ഇട്ട്, കൊമ്പുള്ള ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട്. അപ്പം ഇനി നേരെ പോകാൻ. ഇവിടെ ഒരു നല്ലൊരു വളവാണ്. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് ഹെയർ പിന്നും കൂടെ ഉള്ളൂ. അപ്പോഴേക്കും നല്ല മഴയായി ഗൈസ്. ഒന്നും കാണുന്നില്ല. നല്ല വിസിബിലിറ്റി നന്നായിട്ട് കുറഞ്ഞു. ക്യാമറയിൽ പിന്നെയും വിസിബിലിറ്റി ഉണ്ടാവും. പക്ഷെ ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വാട്ടർ വേപ്പർ നിറഞ്ഞിട്ട് നന്നായിട്ട് വിസിബിലിറ്റി കുറഞ്ഞു. വിസിബിലിറ്റി കുറഞ്ഞ കാരണം ഒന്നും കാണാനും പറ്റണില്ല. KL38 ഒരു കേരള വണ്ടിയൊക്കെ ഫ്രണ്ടിൽ പോണത് കാണാം, ഇന്നോവ. ഓൾമോസ്റ്റ് നമ്മൾ എത്താറായിട്ടുണ്ട്. ഈ വണ്ടികൾ നല്ല സ്ലോ ആയി മഴയായതുകൊണ്ട്. നമുക്ക് മെല്ലെ പോകാൻ പറ്റുന്നുള്ളൂ. നല്ല മഴയാണ് ഗൈസ്. നല്ല മഴയായതുകൊണ്ട് ചിലവർക്ക് മഴ ഇഷ്ടമായിരിക്കാം. എനിക്ക് മഴ റെയിൻകോട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ മഴ നനഞ്ഞു പോകാൻ വലിയ താല്പര്യമില്ല. അപ്പം ഇത് സെക്കൻഡ് ലാസ്റ്റ് ഹെയർ പിന്നാണ്. 39ാമത്തെ ഹെയർ പിൻ എത്തി. ഇനി ആകെ ഒരു ഹെയർ പിന്നും കൂടെ ഉള്ളൂ, അവസാനത്തെ ഹെയർ പിന്ന്. അവിടെ എത്തിയിട്ട് നമുക്ക് നൂഡിൽസും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള പ്ലാനാണ്. ഇതാണ് തോന്നുന്നു, ഈ കാണുന്നതാണ് തോന്നുന്നു 40ാമത്തെ ഹെയർ പിൻ ഗൈസ്. ഇത് അവിടെ ഒരു കടയുണ്ട്, 2-3 കടയുണ്ട്, ചെറിയ കടകൾ. അവിടെ കിട്ടുമായിരിക്കും നൂഡിൽസും അതുപോലെ തന്നെ സ്വീറ്റ് കോണൊക്കെ. ഞാൻ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഈ ഒരു കടയിൽ സ്വീറ്റ് കോൺ ഉണ്ട് തോന്നണു. അപ്പം
ഞാൻ ഇവിടെ നിർത്തി ഗൈസ്. ഞാൻ സ്വീറ്റ് കോണും അതുപോലെ നൂഡിൽസും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്ത് ഫോണിൽ വലിയ റേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫോണോ നോക്കിയില്ല. കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിൽ പോയി അയ്യർപ്പടി എന്ന് പറയുന്ന സ്ഥലം എത്തി. വീണ്ടും തിരിച്ചു ദേ ഇവിടെ ഈ ഒരു 40ാമത്തെ ഹെയർ പിൻ തന്നെ എത്തി. ആ കാണുന്ന കടയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഇപ്പോഴും നല്ല മഴയുണ്ട്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പൊ ഇനി കുറച്ചു ദൂരം കൂടെ ഈ മഴയത്ത് പോവാം. ഈ ഒരു KL32 വണ്ടി ഫ്രണ്ടിലുണ്ട്. 69 ഫാൻസി നമ്പറൊക്കെ ആയിട്ട് കുറെ ബൈക്ക് റൈഡേഴ്സ് ഒക്കെ വരുന്നത് കാണാം. കുറച്ചു ദൂരം പോയി ഇവിടെ നിന്ന് ഇവിടെ ഒരു വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഒരു ടേണിങ്ങില് കെയർലെസ് ആയിട്ട് ഹോണ്ട സിറ്റി. അപ്പൊ ഇപ്പോഴും നല്ല മഴയുണ്ട്. തിരിച്ച് ഇവിടെ തന്നെ എത്തി, ഒരു സ്പോട്ട് തന്നെ എത്തി ഞാൻ വന്നിട്ട്. ഇപ്പൊ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും മഴയൊക്കെ കുറഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, കമന്റ് ചെയ്യാൻ, അതുപോലെ ഷെയർ ചെയ്യാനും കാര്യങ്ങളൊന്നും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.